ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഫൈസൽ സാറാണ്. യെസ്, നമ്മുടെ ഈ ഓൺ ദ റൂഫ് ഓഫ് ദ വേൾഡ്, ലോകത്തിന്റെ നെറുകയിൽ എന്ന് പറയുന്ന 9ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ. ഈ ചാപ്റ്റർ കേൾക്കുമ്പോഴേ പല ആളുകൾക്കും പല കൺഫ്യൂഷനുകളാണ്. കാരണം എന്താ വെച്ചാൽ ഇത് വലിയൊരു ചാപ്റ്ററാണ്. ഇത്രയും കാലം നമ്മൾ സാറ് 8ാം ക്ലാസ് വരെ പഠിച്ചിരുന്നത് ചെറിയ ചെറിയ ചാപ്റ്റേഴ്സുകളായിരുന്നു. പക്ഷേ ഇപ്പോൾ 9ാം ക്ലാസ്സിലേക്ക് എത്തിയപ്പോൾ സാർ പുതിയ ചാപ്റ്ററാണ്, പുതിയ ടെക്സ്റ്റ് ബുക്കാണ്, കൂടാതെ തന്നെ വലിയ ചാപ്റ്ററാണ്. ഇതിൽ നിന്ന് ഞങ്ങൾ എന്താണ് സാർ പഠിക്കേണ്ടത്? ഇത് വായിക്കുന്ന സമയത്ത് ഞങ്ങൾക്കെല്ലാം ഏകദേശം ഒരുപോലെ തോന്നുന്നുണ്ടല്ലോ. നിങ്ങൾ ഇവിടെ മാത്രം മനസ്സിലാക്കിയ പോരാ, ഇതിന്റെ ബാക്കി കണ്ടിന്യൂവേഷൻ ആണ് സെക്കൻഡ് ചാപ്റ്റർ, അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് തേർഡ് ചാപ്റ്റർ. അങ്ങനെയൊക്കെ നമുക്ക് വരാനുണ്ട്. ആ കാര്യങ്ങളെ കുറിച്ച് എല്ലാം നമുക്ക് ചെയ്യാം, ഓരോരോ സമയങ്ങളിലായിട്ട് ഡിസ്കസ് ചെയ്യാം. ആക്ച്വലി മക്കളെ, നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓൺ ദ റൂഫ് ഓഫ് ദ വേൾഡ്, ലോകത്തിന്റെ നെറുകയിൽ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ എന്താണ് പഠിക്കേണ്ടത് എന്ന് അറിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ വളരെ ഈസി ആയിട്ട് മാറിയിട്ടുണ്ടാവും. ആക്ച്വലി നമ്മുടെ ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് നമുക്ക് ഇങ്ങനെ 5 ഏരിയകളാക്കിയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇന്ത്യ നമുക്ക് 5 ഭാഗങ്ങളാക്കിയിട്ട്, ഇപ്പൊ നോർത്തേൺ മൗണ്ടൻ റീജിയൻ അഥവാ ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്ന നമ്മുടെ ഹിമാലയം ഒക്കെ അടങ്ങുന്ന ആ ഒരു ഭാഗം, നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീർ തുടങ്ങി ലേ ലഡാക്ക്, അതുപോലെ തന്നെ ഹിമാലയം തുടങ്ങിയിട്ടുള്ള ആ ഭാഗങ്ങളെല്ലാം കൂടിച്ചേർന്ന ആ ഒരു ഭാഗത്തെയാണ് നോർത്തേൺ മൗണ്ടൻ റീജിയൻ അഥവാ ഉത്തരപർവ്വത മേഖല എന്ന് പറയാം. രണ്ടാമത്താണ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ, ഉത്തരേന്ത്യൻ സമതലം. അതിന് തൊട്ട് താഴെയായിട്ട് നിലകൊള്ളുന്ന നമ്മുടെ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര തുടങ്ങിയിട്ടുള്ള നദികളുടെ പ്ലാറ്റ് ആയിട്ടുള്ള അഥവാ പ്ലെയിൻ ആയിട്ട് താഴേക്ക് ഇറങ്ങി വന്നിട്ടുള്ള നല്ല ഒരുപാട് അലൂവിയൽ സോയിൽ എല്ലാം നിലകൊള്ളുന്ന, എക്കൽ മണ്ണുകളെല്ലാം നിലകൊള്ളുന്ന നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ, ഉത്തരേന്ത്യൻ സമതലം അതിന് താഴെയുണ്ട്. അതിന്റെ താഴെയാണ് പെനിൻസുലാസ് പ്ലാറ്റു, നമ്മുടെ കേരളമൊക്കെ നിലകൊള്ളുന്ന ഇന്ത്യയുടെ ഏറ്റവും അവസാനത്തെ എൻഡിലുള്ള ഇങ്ങനെയുള്ള ഒരു ഭാഗമല്ലേ, ഇങ്ങനെയുള്ള ഈ ഒരു ഭാഗത്തെ വിളിക്കുന്ന പേരാണ് ആക്ച്വലി പെനിൻസുലാസ് പ്ലാറ്റു, ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയും. 3 ഭാഗം കടലിനാലും 1 ഭാഗം കരയാലും ചുറ്റപ്പെട്ടിട്ടുള്ള ആ ഒരു ലാൻഡിന് അതാണ് ഇന്ത്യൻ ഡെസേർട്ട്. നമ്മുടെ രാജസ്ഥാനിലെ താർ ഡെസേർട്ട് പോലെയുള്ള ഡെസേർട്ട് മരുഭൂമികൾ ഇന്ത്യയിലുണ്ട്. അതുപോലെ കോസ്റ്റൽ പ്ലെയിൻ, നമ്മുടെ തീരപ്രദേശങ്ങളുണ്ട്. അതുപോലെ തന്നെ ഐലൻഡ്സ്, ദ്വീപുകളും നമുക്കുണ്ട്. അങ്ങനെ ഇന്ത്യയെ നമുക്ക് പല ഏരിയകളാക്കിയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇതിൽ മക്കളെ നിങ്ങൾ അറിഞ്ഞു വെക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്റർ ഓൺ ദ റൂഫ് ഓഫ് ദ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾ പഠിക്കുന്നത് ഏത് മാത്രമാണെന്ന് അറിയാം മക്കളെ. ഇത് മാത്രമാണ്. ഇത്ര വലിപ്പൊന്നും വേണ്ട അല്ലെ, ഇത്ര വലിപ്പൊന്നും വേണ്ട. ഇത് മാത്രമാണ് ആക്ച്വലി നമ്മുടെ നോർത്തേൺ മൗണ്ടൻ റീജിയൻ അഥവാ ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്ന ഭാഗം മാത്രമാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. സാറ് പറഞ്ഞപ്പോൾ ഒരു ഹെഡിങ് മാത്രമായി, അതിന് ഡീറ്റെയിലുകളില്ല സാറേ. അതേടാ മക്കളെ, അതിന്റെ ഡീറ്റെയിലുകളുണ്ട്. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ആക്ച്വലി ഇത് നിങ്ങൾ മനസ്സിലാക്കിയാൽ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവുന്നില്ല. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് ഈ ഓർഡറിലല്ല കൊടുത്തിട്ടുള്ളത്, അവിടേക്ക് ഇവിടേക്കൊക്കെ ആക്കിയിട്ട് കൊടുത്തിട്ടുള്ള. അതുകൊണ്ട് ഇന്ന് ഈ ടോപ്പിക് നിങ്ങൾ കാണുന്ന സമയത്ത് ഇതങ്ങോട്ട് മനസ്സിലാക്കി വെക്കണം മക്കളെ. നമ്മുടെ ഉത്തരപർവ്വത മേഖല അഥവാ ഈ മാപ്പ്, നിങ്ങളുടെ മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം പുസ്തകത്തിലുള്ള 2 മാപ്പ് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അതിൽ ഉത്തരപർവ്വത മേഖല എന്ന് പറഞ്ഞാൽ നോർത്തേൺ മൗണ്ടൻ റീജിയൻ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഇത് മുഴുവനും നോർത്തേൺ മൗണ്ടൻ റീജിയനാണ്. ഈ കാണുന്ന ഇത് മുഴുവൻ ഏതാണ്? നോർത്തേൺ മൗണ്ടൻ റീജിയനാ, ഉത്തരപർവ്വത മേഖല. ഈ ഭാഗത്തെ കുറിച്ച് മാത്രം നമ്മൾ എന്ത് ചെയ്തുള്ളൂ, ഈ ചാപ്റ്റർ മുഴുവനും പഠിക്കുന്നുള്ളൂ, ഈ ഒരു ഭാഗത്തെ കുറിച്ച് മാത്രം. അതിൽ ഇവിടെ വരെയുള്ള ഈ കാശ്മീരിന്റെ ഭാഗം ഉണ്ടല്ലോ, ജമ്മു ആൻഡ് കാശ്മീരിന്റെ ഭാഗം, ഈ ഭാഗത്തെ നമ്മൾ ഒരു പീസാക്കുന്നു. അടുത്തത് ഈ ഭാഗത്ത് അടുത്ത പീസാക്കി മാറ്റുന്നു. ഈ സൈഡിലുള്ള ഭാഗത്ത് അടുത്ത പീസുകളാക്കി മാറ്റുന്നു. അതാണ് 3 ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ. 1 ട്രാൻസ് ഹിമാലയ, 2 ഹിമാലയ, 3 ഈസ്റ്റേൺ ഹൈലൻഡ്സ് അല്ലെങ്കിൽ ഈസ്റ്റേൺ ഹിൽസ്. കണ്ടോ, ഇതാണ് ട്രാൻസ് ഹിമാലയ, ഇതാണ് ഹിമാലയ, ഈ വിശാലമായിട്ട് കിടക്കുന്നതാണ് ഹിമാലയ. അതേസമയം ഇതാണ് ഈസ്റ്റേൺ ഹിൽസ് അഥവാ ട്രാൻസ് ഹിമാലയം, കിഴക്കൻ കുന്നുകൾ. ട്രാൻസ് ഹിമാലയം, കിഴക്കൻ കുന്നുകൾ. അതിലും മക്കളെ മനസ്സിലാക്കിയിട്ട് വെക്കുക, നമ്മൾ ഈ ട്രാൻസ് ഹിമാലയത്തിനെ തന്നെ വിളിക്കുന്ന പേരാണ് പടിഞ്ഞാറൻ ഹിമാലയം. കാരണം ഇത് പടിഞ്ഞാറ് ഭാഗത്തല്ലേ ഉള്ളത്, വെസ്റ്റ് സൈഡിലല്ലേ ഉള്ളത്. അതുകൊണ്ട് ഇതിനെ വെസ്റ്റേൺ ഹിമാലയ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ പടിഞ്ഞാറൻ ഹിമാലയ എന്ന് വിളിക്കാം. അപ്പൊ ഈ സൈഡിൽ നമ്മൾ എന്ത് വിളിച്ചു? കിഴക്കൻ കുന്നുകളെ നമ്മൾ എന്ത് വിളിച്ചു? ഈസ്റ്റേൺ ഹൈലൻഡ്സ് നമ്മൾ എന്ത് വിളിച്ചു? കിഴക്കൻ കുന്നുകൾ. അതിന് നമുക്ക് വേണമെങ്കിൽ കിഴക്കൻ ഹിമാലയ എന്ന് വിളിക്കാം. അപ്പൊ ഈ നടുക്ക് കിടക്കുന്ന ഹിമാലയത്തെ നമുക്ക് എന്ത് വിളിക്കാം? മധ്യ ഹിമാലയം. ഇനി ഇത് നോക്കിക്കോ, ഇത് നോക്കടാ, കറക്റ്റ് അല്ലേ? നോക്കിക്കോ, ഈ സൈഡ് നമ്മളെ ഈ പുസ്തകത്തിലെ നമ്മളെ ആ പിക്ചറിലെ സൈഡ് തന്നെ നോക്കിയാൽ മതി. ഈ ഭാഗമാണ് ട്രാൻസ് ഹിമാലയ അഥവാ വെസ്റ്റേൺ ഹിമാലയ, ട്രാൻസ് ഹിമാലയ അഥവാ പടിഞ്ഞാറൻ ഹിമാലയം. മനസ്സിലായല്ലോ? ജമ്മു കാശ്മീരിന്റെ ഭാഗം. തൊട്ട് താഴെയുള്ള ആ പരന്ന് വിശാലമായിട്ട് കിടക്കുന്ന ഭാഗമാണ് ഹിമാലയ അഥവാ സെൻട്രൽ ഹിമാലയ. അത് കഴിഞ്ഞാൽ അടുത്താണ് ഈസ്റ്റേൺ ഹിൽസ് അഥവാ കിഴക്കൻ കുന്നുകൾ അല്ലെങ്കിൽ ഈസ്റ്റേൺ ഹിമാലയ, കിഴക്കൻ ഹിമാലയം എന്നറിയപ്പെടുന്ന ഈ ഭാഗം. ഇതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഉള്ളത്.
ഇതിൽ ഓരോന്നിനെയും നമുക്ക് വിവിധ ഭാഗങ്ങളാക്കിയിട്ട് തരംതിരിക്കാണ്ട്, ഓരോന്നിനെയും ഡിഫറെന്റ് നെയിംസുകൾ നമുക്ക് കൊടുക്കാണ്ട്. ഓരോന്നിനും കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്ന് പറഞ്ഞുകൊണ്ട് 3 മൗണ്ടൈൻസുകൾ ഉണ്ട്. അത് നിങ്ങൾ പഠിച്ചു വെക്കണം. അതിന് നമ്മൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിന് തൊട്ട് മുമ്പ് കാരക്കോറം, ലഡാക്ക്, സസ്കർ, ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് തുടങ്ങിയിട്ടുള്ള എല്ലാം ഉണ്ട്. അത് പഠിക്കുന്നതിന് മുമ്പ് നമ്മുടെ പുസ്തകത്തിന്റെ ഓർഡറിലേക്ക് പോകണമെങ്കിൽ അതൊക്കെ അവിടുത്തെ മൗണ്ടൈൻസുകളാണ്. അവിടുത്തെ മൗണ്ടൈൻ ഈ ട്രാൻസ് ഹിമാലയത്തെ അഥവാ വെസ്റ്റേൺ ഹിമാലയത്തെ തന്നെ അതാണ് ആദ്യം മനസ്സിലായത്. ട്രാൻസ് ഹിമാലയമാണ് വെസ്റ്റേൺ ഹിമാലയ, ട്രാൻസ് ഹിമാലയമാണ് പടിഞ്ഞാറൻ ഹിമാലയ. അത് നമ്മുടെ മനസ്സിലൂടെ ഉള്ളിലുണ്ടായിരിക്കാം. ഈ ട്രാൻസ് ഹിമാലയത്തെ തന്നെ 3 ഭാഗമാക്കിയിട്ട് തരംതിരിക്കുന്നുണ്ട്. കാശ്മീർ ഹിമാലയ, ഹിമാചൽ ഹിമാലയ, ഉത്തരാഖണ്ഡ് ഹിമാലയ. കാശ്മീർ ഹിമാലയ, ഹിമാചൽ ഹിമാലയ, ഉത്തരാഖണ്ഡ് ഹിമാലയ. ഇത് ഏത് ഭാഗത്തെ മാത്രമാണ് മക്കളെ? ഈ ഒരു ഭാഗത്തെ മാത്ര. ഈ ഒരു ഭാഗത്തെ കാശ്മീർ ഹിമാലയ, അതുപോലെ തന്നെ ഹിമാചൽ ഹിമാലയ, ഉത്തരാഖണ്ഡ് ഹിമാലയ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 3 ഭാഗമാക്കിയിട്ട് അതിനെ തന്നെ തരംതിരിച്ചിട്ടുണ്ട്. അതേസമയം അപ്പൊ നമ്മൾ ഈ ഭാഗം കംപ്ലീറ്റ് ചെയ്തു. ഈ ഭാഗം അടുത്ത ഹിമാലയ ആണല്ലോ. ഹിമാലയ അഥവാ സെൻട്രൽ ഹിമാലയ 3 എണ്ണമാക്കിയിട്ട് അവിടെ നമ്മൾ തരംതിരിക്കുന്നു. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. അത് ഏതൊക്കെയാണെന്ന് അറിയോ നിങ്ങൾക്ക്? ഇങ്ങനെ പോകുമ്പോൾ ഈ ഒരു ലൈന് ഞാൻ ആദ്യം വരച്ച ഹിമാദ്രിയ, അതിന് തൊട്ട് താഴെ വരച്ച ഹിമാചല, അതിന് തൊട്ട് താഴെ വരച്ച സിവാലിക്, ഏറ്റവും താഴെയുള്ള സിവാലിക, അതിന് തൊട്ട് മുകളിൽ ആരാ? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. അപ്പൊ സിവാലിക്കിന്റെ തൊട്ട് മുകളിൽ ഹിമാദ്രി അല്ല ഹിമാചൽ, അതിന് മുകളിൽ സിവാലിക്. അപ്പൊ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ആ ഓർഡർ തന്നെ പഠിച്ചു വെക്കാം. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ആ ഒരു ഓർഡറിൽ ഏകദേശം ഏറ്റവും ഉയരത്തിൽ ആരായിരിക്കും? ഹിമാദ്രി ആയിരിക്കും. അതിന് താഴെ ഹിമാചലാണ്, അതിനും താഴെ ആരാണ്? സിവാലിക് ആണ്. അതേസമയം ഈസ്റ്റേൺ ഹൈലൻഡ്സ് അഥവാ കിഴക്കൻ കുന്നുകളുടെ നമുക്ക് ഒന്ന് മാത്രം പഠിച്ചു വെച്ചാൽ മതി. പൂർവാചൽ. ഏതാണ്? പൂർവാചൽ. അതായത് പാറ്റ്കിബം, നാഗ ഹിൽസ്, മിസോ ഹിൽസ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഹില്ലുകൾ ഉണ്ട്. നമുക്ക് പഠിച്ചു വെക്കാം. ഇത് പൂർവാചലിനെ പഠിച്ചു വെക്കാം. സോ ഈ ഭാഗം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ഈ ഭാഗം നിങ്ങളുടെ മനസ്സിൽ ഉള്ളിലുണ്ടെങ്കിൽ, ട്രാൻസ് ഹിമാലയ എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ ഹിമാലയാണ്, പടിഞ്ഞാറൻ ഹിമാലയാണെന്നുള്ള എൻ്റെ മക്കളുടെ മനസ്സിലുണ്ടെങ്കിൽ അതിന്റെ ഭാഗമാണ് കാശ്മീർ ഹിമാലയ, ഹിമാചൽ ഹിമാലയ, ഉത്തരാഖണ്ഡ് ഹിമാലയ എന്ന് മക്കളുടെ മനസ്സിലുണ്ടെങ്കിൽ അവിടുന്ന് അങ്ങോട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിരിക്കും ഈ ടോപ്പിക്. മാത്രമല്ല ഹിമാലയത്തിന്റെ ഭാഗമാണ്, മധ്യ ഹിമാലയത്തിന്റെ, സെൻട്രൽ ഹിമാലയത്തിന്റെ ഭാഗമാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. അതുപോലെ തന്നെ ഈസ്റ്റേൺ ഹിൽസ്, കിഴക്കൻ കുന്നുകൾ എന്ന് പറയുന്ന ഭാഗമാണ് ഇത് പൂർവാചൽ. സോ മക്കൾ ഈ ചാപ്റ്ററിൽ നിങ്ങൾ ഇതിന്റെ ഡീറ്റെയിലുകളാണ് പഠിക്കാനുള്ളത്. ഇവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയാ, അവിടെ എങ്ങനെയാ മനുഷ്യന്മാർ താമസിക്കുന്നത്, അവിടുത്തെ ടൂറിസത്തിന്റെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഏതൊക്കെയാ, അതിന്റെ അതിർത്തികൾ ഏതൊക്കെയാ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. സോ മക്കളെ മനസ്സിലാക്കിയ ഈ ചാപ്റ്റർ ആക്ച്വലി സിമ്പിളാ. പക്ഷെ നിങ്ങൾ എങ്ങനെയാ ഇതിന് ഓർഡർ ആക്കിയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഇതിന് മുഴുവൻ ഡീറ്റെയിലുകളും എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ആപ്പിലെ ക്ലാസ്സുകളിലൊക്കെ, നമ്മുടെ നിഞ്ച ബാച്ചിന്റെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. നിഞ്ച ബാച്ചിൽ ആക്ച്വലി സെക്കൻഡ് ചാപ്റ്ററുകളൊക്കെ എന്ത് ചെയ്യുന്നത് തുടങ്ങിയിട്ടുണ്ട്. സോ മക്കൾ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്യാം. നമുക്ക് അവിടെ കാണാം. ബാക്കിയുള്ള ക്ലാസ്സുകളും ഇതിന്റെ ബാക്കി ഭാഗങ്ങളുമായിട്ടെല്ലാം നമുക്ക് വീണ്ടും കാണാം. സോ മക്കളെ ഇത് പഠിച്ചു വെച്ചാൽ, ഇതൊന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ആ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ വായിക്കുമ്പോൾ ഈസി ആയിരിക്കും. ഇനി അടുത്ത എൻ്റെ ക്ലാസ് നിങ്ങൾ കാണുമ്പോൾ ഈസി ആയിരിക്കും. സോ മനസ്സിലായല്ലോ? നോർത്തേൺ മൗണ്ടൻസ്, ഉത്തരപർവ്വത മേഖല എത്ര കഷ്ണമേ ആക്കുന്നുള്ളൂ, എത്ര ഭാഗമേ ആക്കുന്നുള്ളൂ? ട്രാൻസ് ഹിമാലയ, ഈസ്റ്റേൺ ഹൈലൻഡ്സ് അല്ലേടാ? അതിൽ ഓരോന്നിനും നമ്മൾ വിവിധ ഭാഗങ്ങളാക്കി. സോ ഇതുപോലത്തെ ക്ലാസ്സുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. തൽക്കാലത്തേക്ക് ടാറ്റാ, ബൈ.